إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവ്വലോകരക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഇന്ന് നിത്യവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ സൗകര്യങ്ങളും സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ എണ്ണപ്പെടേണ്ടതാണ്. അത് നല്ലതിന് ഉപയോഗിക്കുക വഴി വമ്പിച്ച പ്രതിഫലങ്ങൾ നേടിയെടുക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ അത് ദുരുപയോഗം ചെയ്യുക വഴി അനാവശ്യങ്ങൾക്കും സമയം കൊല്ലലുകൾക്കും ഉപയോഗിക്കുക വഴി നരകത്തിന് കാരണമാകുന്നവരുമുണ്ട്. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഫോണും നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ് സംവിധാനങ്ങളും സോഷ്യൽ മീഡിയകളും. അത് കാരണം നമ്മുടെ വഴി സ്വർഗത്തിലേക്കാണോ എളുപ്പമാവുക, അതല്ല നരകത്തിലേക്കായിരിക്കുമോ എന്നുള്ള ഒരാലോചന നമ്മൾ ഓരോരുത്തരും സ്വയം നടത്തേണ്ടതാണ്. ആ മേഖലയിൽ എത്ര സൂക്ഷ്മത നമുക്ക് പുലർത്താൻ കഴിയുന്നുണ്ട് എന്നതും നമ്മുടെ മനസ്സുകളോട് നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളിൽ ഒന്നാണ്. സാധാരണ ഒരു ദിവസം ഒരുപാട് പേർക്ക് നമ്മൾ ഫോൺ ചെയ്യുന്നു. പലരും നമ്മുടെ കുടുംബത്തിലുള്ളവർ, സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മുടെ ബന്ധങ്ങളിലുള്ള പലരും നമുക്കിങ്ങോട്ട് ഫോൺ ചെയ്യുന്നു. ഒരാളെ നമ്മൾ ഫോണിൽ വിളിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരാൾ നമുക്ക് ഇങ്ങോട്ട് ഫോൺ ചെയ്യുമ്പോൾ അവിടെയൊക്കെ പാലിക്കേണ്ട ഇസ്ലാമികമായ മര്യാദകൾ ശരിക്കും അറിയേണ്ടതുണ്ട്. അത് നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അതിലേറ്റവും പ്രധാനം നേർക്ക് നേരെ ആയാലും ഫോണിലായാലും നല്ലത് മാത്രം പറയാൻ നമ്മുടെ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ സൂറത്ത് ഇസ്രായിലെ 53-ാം വചനത്തിൽ അല്ലാഹു പ്രവാചകനോട് പറയുന്നു, വകുല്ലി ഇബാദി
യഖൂലുല്ലതീ ഹിയ അഹ്സൻ. നബിയെ, എന്റെ ദാസന്മാരോട് നീ പറയണം, നല്ലത് മാത്രമേ അവരുടെ നാവ് കൊണ്ട് അവർ സംസാരിക്കാവൂ എന്ന്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്കും പരലോകത്തിലേക്കും ചേർത്തുകൊണ്ട് പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഒരാൾക്ക് അള്ളാഹുവിലും പരലോകത്തിലും ഉറച്ച വിശ്വാസമുണ്ട് എങ്കിൽ ഫൽയഖുൽ ഖൈറ, നല്ലത് പറയാൻ അവൻ അവന്റെ നാവ് ഉപയോഗിക്കട്ടെ. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇതാണ് ഏറ്റവും കരണീയമെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹുകൾ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം. അപ്പൊ നമ്മൾ ഫോൺ വിളിക്കുകയാണെങ്കിലും നേരിട്ടുള്ള സംസാരമാണെങ്കിലും മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തുക. പരിഹാസ വാക്കുകൾ സംസാരങ്ങൾ ഒഴിവാക്കുക. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരിക്കലും ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പരിഹസിക്കരുത്. ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ പരിഹസിക്കരുത്. അങ്ങനെ എടുത്ത് ശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വിഷയമാണ്. പലർക്കും ഫോണിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഇത്തരം സംസാരങ്ങളോടാണ് ഇഷ്ടം. ചൂടും ചൂരുമുള്ള, ഒരിക്കലും നമുക്ക് പറ്റാത്ത, പിശാച് ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ പറയാനാണ് പലരും ഇഷ്ടപ്പെടുന്നത്. ഒരുപക്ഷെ ഇത്തരം ഫോൺ കോളുകൾ രാവിലെ പ്രാർത്ഥന കൊണ്ട് തുടങ്ങി എഴുന്നേറ്റ്, അതേപോലെ ദുഹാ നമസ്കരിച്ചു, സുന്നത്തുകൾ നമസ്കരിച്ചു, ഫർളുകൾ നമസ്കരിച്ചു, ഒരുപാട് നന്മകൾ ചെയ്തിട്ട് ഒരുപക്ഷെ ഏതാനും മിനിറ്റുകൾ നീളുന്ന ഫോൺ കോളിലെ റബ്ബിഷ്ടപ്പെടാത്ത ചില പദപ്രയോഗങ്ങളും വാക്കുകളുമായിരിക്കും അന്ന് നമ്മൾ ചെയ്ത നന്മകളെല്ലാം നഷ്ടപ്പെടാൻ കാരണമാകുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സഫിയ റളിയല്ലാഹു അൻഹയെ പറ്റി കേവലം ഒരു പദം പ്രയോഗിച്ചതിന്റെ പേരിലാണ് ആയിഷ, നീ പറഞ്ഞ വാക്ക് ഈ വലിയ കടലിൽ കൊണ്ടുപോയി കലർത്തുകയാണെങ്കിലും അത് മുഴുവൻ നജസായി മാറും എന്ന് പറഞ്ഞത്. അപ്പൊ എത്ര നമ്മൾ വാക്കുകളിൽ സൂക്ഷ്മത പാലിക്കണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. മുഖാമുഖം കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് എന്തും വിളിച്ചു പറയാനുള്ള ഒരു ഇടമാക്കി നമ്മുടെ ഫോൺ കോളുകളെ നമ്മൾ മാറ്റരുത്. എപ്പോഴും സലാം പറഞ്ഞ് ആരംഭിക്കുക എന്നത്, ഒരാളെ കണ്ടുമുട്ടുമ്പോഴാണെങ്കിലും ഫോണിലൂടെ നമ്മൾ ബന്ധപ്പെടുമ്പോഴാണെങ്കിലും സലാം കൊണ്ട് ആരംഭിക്കുക എന്നത് ഇസ്ലാമികമായ മര്യാദയാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വഇദാ ഹുയ്യിതും ബിതഹിയ്യ ഫഹയ്യൂ ബിഅഹ്സനി മിൻഹാ ഔ റുദ്ദൂഹാ. ഒരാള് നിന്നോട് സലാം പറഞ്ഞാൽ ഏറ്റവും നല്ലത് കൊണ്ട് നീ മടക്കുക, അല്ലെങ്കിൽ അതുപോലെ നീ മടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചു വഅലൈക്കും അസ്സലാം, അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്ന് പറയാ. ഏറ്റവും അടുത്ത കൂട്ടുകാരല്ലേ ചിലര് സലാം പറയൂല, സ്വന്തം ഭാര്യയല്ലേ എപ്പോഴും വിളിക്കുന്നതല്ലേ ചിലര് സലാം പറയൂല, മക്കളല്ലേ പറയൂല. അങ്ങനല്ല, എല്ലാരോടും അതൊരു അഭിവാദ്യമാണ്, അതൊരു പ്രാർത്ഥനയാണ്. അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അനുമതിയില്ലാതെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലാ തജസ്സസു, ചാരപ്പണി നിങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാളുടെ ഫോൺ സംഭാഷണം ഒരാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നമ്മളയാളുടെ പിന്നിൽ പോയി അയാളെ അറിയാതെ ഒളിച്ചു കേൾക്കുക പാടില്ല. അതേപോലെ തന്നെ ഒരാൾ നമ്മളോട് ഫോണിലൂടെ പറഞ്ഞ കാര്യം നീ ഇത് വേറൊരാളും പറയില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടും നമ്മളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അനുമതിയില്ലാതെ മറ്റുള്ള ആളുകളുടെ ഫോണ് അവിടെ ഇരിക്കുന്നുണ്ട്, അതെടുത്ത് നമ്മളിങ്ങനെ നോക്കുക, മെസ്സേജുകൾ പരിശോധിക്കുക. ഇതൊന്നും ഇസ്ലാമികമായി പാടില്ലാത്തതാണ്. ഒരുപക്ഷെ നമ്മളൊരു തമാശക്കായിരിക്കാം, അപ്പൊ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നാണ്. നാലാമത്, ഫോൺ സംസാരങ്ങൾ ഒരിക്കലും ഗീബത്ത് പറയാനുള്ള ഒരു ഇടമാക്കി നമ്മൾ മാറ്റരുത്. ഖുർആനിൽ ഏറ്റവും ഗൗരവത്തോടു കൂടി അള്ളാഹു വിലക്കിയ ഒരു വിഷയമാണ്. സ്വന്തം സഹോദരന്റെ മാംസം തിന്നുന്നതിനോടാണ് ഗീബത്തിനെ അള്ളാഹു പരിചയപ്പെടുത്തിയ സാമ്യപ്പെടുത്തിയത്. പരലോകത്ത് ഇസ്രാ യാത്രയിൽ അങ്ങനെ പോകുന്ന സമയത്ത് നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ചില ആളുകളെ കണ്ടപ്പോൾ അത് പ്രവാചകന് സഹിച്ചില്ല. കാരണം ചെമ്പിന്റെ നഖങ്ങൾ അവർക്ക് കൊടുത്തിട്ട് ആ നഖങ്ങൾ കൊണ്ട് അവരിങ്ങനെ മുഖം അള്ളിപ്പറിക്കുകയാണ്. മുഖത്തിലെ തൊലികൾ പോയിട്ട് അതിൽ നിന്ന് രക്തം ഇങ്ങനെ ധാരധാരിയായി ഒഴുകുന്നു.
ഇത്രയും വലിയ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഇവർ ചെയ്തത് എന്താണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഗീബത്ത് പറയുന്ന മനുഷ്യന്മാരായിരുന്നു ഇവർ എന്ന്. പലപ്പോഴും ഫോണിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ നല്ലത് പറഞ്ഞു തുടങ്ങുകയും മൂന്നാമതൊരാളെ പറ്റിയുള്ള സംസാരം അവിടെ കടന്നു വരികയും അല്ലെങ്കിലും അവൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ്, എങ്ങനെയാണ് നമ്മൾ പറയാതിരിക്കുക, ഇങ്ങനെ ആയിപ്പോ എങ്ങനെ തുടങ്ങി ഗീബത്ത് പറയാനുള്ള എല്ലാ അലങ്കാരങ്ങളും വെച്ച് കെട്ടിയിട്ട് ഗീബത്തിലേക്ക് കടക്കും. അങ്ങനെ പറയാനും നല്ല രസമാണ്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനേക്കാൾ ഒരു ആനന്ദം ഗീബത്ത് പറയുവാൻ കിട്ടും. അതിന് പിശാച് നല്ല ചൂടും ചൂരിട്ട് കൊടുക്കും. അതുകൊണ്ട് സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഫോണിലാണെങ്കിലും നേരിട്ടാണെങ്കിലും ഗീബത്തിന്റെ ഒരു വാക്ക് പോലും അതിൽ കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാം കത്തിച്ചു കളയും. തീ പിടിച്ചിട്ട് എല്ലാം കത്തിപ്പോയി എന്ന് പറഞ്ഞില്ലേ, ചെയ്ത നന്മകൾ മുഴുവനും കത്തിച്ചു കളയുന്ന സാധനമാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അതേപോലെ ഫോൺ സംഭാഷണങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കളവുകൾ കലർത്താതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ചില കാര്യങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വേണ്ടി നമ്മൾ കളവുകൾ, അത് വലുതൊന്നും അല്ലല്ലോ എന്ന നിലയ്ക്ക് പറയും. സത്യസന്ധമായി മാത്രം സംസാരിക്കുക. അതൊരൽപ്പം പ്രയാസമുണ്ടെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസ്വിദ്ഖ്, സത്യസന്ധത ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ഫഇന്ന സ്വിദ്ഖ യഹ്ദി ഇലൽ ബിർ, ഏറ്റവും നല്ല പുണ്യത്തിന്റെ മാർഗത്തിലേക്കാണ് സത്യസന്ധത നിന്നെ കൊണ്ടുപോവുക. ഫഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, അത് സ്വർഗത്തിലേക്കുള്ള വഴിയുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുമ്പോൾ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഉടനെ തന്നെ അത് ആദ്യം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുള്ളതാണോ അതില്ലാത്തതാണോ എന്ന അന്വേഷണം ഒന്നുമില്ല. കാരണം തനിക്കത് മറ്റുള്ളവർക്ക് ആദ്യം ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. വിശ്വാസം പറഞ്ഞു, കള്ളത്തരം അറിഞ്ഞുകൊണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല കളവാകാൻ. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, ഒരാൾ ഇങ്ങനെ പറയുന്നത് കേട്ടു, ആ കേട്ടത് വേറൊരാളുടെ ഷെയർ ചെയ്താൽ മതി. അതൊരു പോസ്റ്റ് ആകാം, ഒരു ക്ലിപ്പാകാം. അപ്പൊ അത് കേട്ടത് പറഞ്ഞാൽ തന്നെ ഒരാളെ അള്ള കള്ളനെന്ന് എഴുതി വെക്കുന്നതാണ്. അതുകൊണ്ട് ഫോൺ വഴി വരുന്ന, കേൾക്കുന്ന, കാണുന്ന വാർത്തകൾ സ്ഥിരീകരിക്കാതെ മറ്റുള്ളവരിലേക്ക് നമ്മൾ അത് എത്തിച്ചു കൊടുക്കാതിരിക്കുക. ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ 10 മരണം എന്നായിരിക്കും, കുറച്ചു കഴിഞ്ഞാൽ വരുന്ന ആരും മരിച്ചിട്ടില്ല എന്നായിരിക്കും. അന്വേഷണം വേണം, ഉറപ്പിച്ചിട്ട് മതി അത് ഷെയർ ചെയ്യാൻ. ഒരാളുടെ അഭിമാനത്തെ ക്ഷണപ്പെടുത്തുന്ന വാർത്തയാണ് എങ്കിൽ, അതുള്ളതാണെങ്കിൽ പോലും നമ്മളത് ഷെയർ ചെയ്യാൻ പാടില്ല. പലപ്പോഴും പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ, നമുക്ക് ദേഷ്യമുള്ള ഒരാളാണോ, നമുക്ക് നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണോ, അത് മത സംഘടന ആവട്ടെ, രാഷ്ട്രീയ സംഘടന ആവട്ടെ, ഉടനെ അതങ്ങ് ഷെയർ ചെയ്തേക്കാം. ഷെയർ ചെയ്യാണ്. പ്രിയമുള്ളവരെ, നരകത്തിന് വേറെങ്ങോട്ടും പോകേണ്ടതില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. റസൂലുള്ളാഹിന്റെ കാലത്താണ് ഒരു സംഭവം ഉണ്ടായത്. ഒരു സ്വഹാബിയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത് സക്കാത്ത് വാങ്ങിക്കൊണ്ടിരാൻ വേണ്ടി. ആ മനുഷ്യൻ അവിടെ ചെന്നപ്പോ പേടിച്ചു പോയി. ഞാൻ ഇവരോട് സക്കാത്ത് ചോദിച്ചാൽ ഇവരെന്നെ കൊന്നുകളയുമോ? തിരിച്ചു വന്ന് പറഞ്ഞ എന്താണ്? സക്കാത്ത് ചോദിച്ചിട്ട് അവർ തരുന്നില്ല, തടയുകയാണ്. എന്റെ ജീവനെ പോലും ഹനിക്കാൻ അവർ ശ്രമിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞുപോയി. ആ വിഷയം എടുത്തുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല. കണ്ടോ, ഒരു ഫാസിഖ് വന്ന് നിന്നോട് വല്ല വർത്തമാനവും പറഞ്ഞാൽ നീ അതിന്റെ വിവരങ്ങൾ വ്യക്തമായി അറിയണം. ഇല്ലെങ്കിൽ നിനക്ക് ഖേദിക്കേണ്ടി വരും, നിങ്ങൾക്ക് പല മുസീബത്തുകളും ഉണ്ടാകും എന്ന് പറയുകയാണ്. അതുകൊണ്ട് വാർത്തകൾ, കള്ളവാർത്തകൾ പടച്ചുവിടുന്ന വലിയൊരിടമാണ് ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നന്നായി അന്വേഷിച്ച് ഉറപ്പുവരുത്തിയാവണം ഒരുപക്ഷെ അത് ഷെയർ ചെയ്യേണ്ടതാണ് എങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യേണ്ടത്. അതിലേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഫോൺ വിളിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളുകളെ പരിഗണിക്കൂല. ബസ്സിലാണെങ്കിൽ ട്രെയിനിലാണെങ്കിൽ അടുത്തിരിക്കുന്ന ആളുകളെ നോക്കൂല. ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആളുകളൊക്കെ ഇങ്ങനെ നോക്കും, എന്തൊരു മനുഷ്യനാണിത്, ഒരു മര്യാദയില്ലല്ലോ എന്നിങ്ങനെ. അങ്ങനെയുള്ള ആളുകളായി നമ്മൾ മാറരുത്. ലുക്മാനുൽ ഹക്കീം മകന് കൊടുത്ത ഉപദേശത്തിൽ പറയുന്നുണ്ട്, മോനെ, സംസാരത്തിലൊരു മിതത്വം ഉണ്ടാകും. അത് ഒറ്റയ്ക്കാണെങ്കിലും ആളുകൾക്കിടയിലാണെങ്കിലും. ഇന്ന.
മോനെ നീ സംസാരത്തിൽ മിതത്വം കാണിക്കണം. കഴുതയുടെ ശബ്ദം ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദമാണ്. അതിന് പരിസരമൊന്നും അറിയില്ല. എവിടെ നിന്നാണെങ്കിലും അത് ഒച്ചയ്ക്ക് ഇങ്ങനെ അലറി വിളിച്ച് ശബ്ദമുണ്ടാക്കും എന്നതുപോലെ അടുത്തിരിക്കുന്ന ആളുകളെ പരിഗണിക്കാതെ, കൂടെ യാത്ര ചെയ്യുന്നവരെ പരിഗണിക്കാതെ, അവർക്കങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഉച്ചത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ എന്തോ ഇത് വലിയ വിഷയമൊന്നുമല്ലല്ലോ നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരു ഇസ്ലാമിക മര്യാദ എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടതാണ്. ഒരുപക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ പ്രതിഫലങ്ങൾ നമ്മുടെ കോളുകൾ കാരണം, നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം കാരണം ഒക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗത്തും സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാര മര്യാദകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഒരാളെ കേൾക്കുക. കേട്ടതിന് ശേഷം അദ്ദേഹവുമായി മാന്യമായി ഇടപെടുക, സംസാരിക്കുക, മറുപടി പറയുക എന്നുള്ളത്. ഇത് പലപ്പോഴും പലർക്കും വരുന്ന ഒരു വീഴ്ചയാണ്. ഒരാൾ ഇങ്ങോട്ട് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് യോജിപ്പില്ലാത്ത വിഷയമാണെങ്കിലും ഇടയ്ക്ക് കയറി തട്ടിക്കയറി സംസാരിക്കുക, ഇത് പാടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ അവരെ കേൾക്കുമായിരുന്നു, എന്നിട്ട് അതിന് ഉചിതമായ മറുപടികൾ നൽകുമായിരുന്നു, അത് മാന്യവുമാകുമായിരുന്നു എന്ന് സ്വഹാബികൾ ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ ചിലപ്പോ നമുക്ക് ഒരുപാട് ഫ്രീ സമയം കിട്ടും, നമ്മൾ വെറുതെ ഇരിക്കും, നമുക്ക് പണിയൊന്നുമില്ല. അപ്പൊ നമുക്കൊരുപാട് ഒഴിവ് സമയമുണ്ട് എന്ന് കരുതി നമ്മൾ മറ്റുള്ളവരുടെ സമയത്തെ കൊല്ലുന്നൊരവസ്ഥ ഉണ്ടാവരുത്, നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. ചില ആളുകളുടെ ഫോൺ എടുക്കൂല, കാരണം വിളിക്കാൻ തുടങ്ങിയ പിന്നെ വെക്കൂല എന്ന് പറയും. അങ്ങനെയുള്ളവരാവരുത് നമ്മൾ. ചുരുക്കിയും അതുപോലെ വ്യക്തതയോടെയും നമ്മൾ സംസാരിക്കുക. പ്രവാചകൻ പറഞ്ഞ മിൻ ഹുസ്നിൽ ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് തർക്കുഹു മാലാ യഅനി, ആവശ്യമില്ലാത്ത അങ്ങനെ ഒഴിവാക്കുക, വലിച്ചു നീട്ടി പറയാതിരിക്കുക, മാന്യമായി വ്യക്തതയോടെ ചുരുങ്ങി നല്ല രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഏറ്റവും നല്ല നന്മയിൽപ്പെട്ടതാണ് എന്ന് പറയാണ്. ചില ആളുകളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതാണ്, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ വളരെ ദേഷ്യത്തിൽ, ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുക. ഒരുപക്ഷെ ഭാര്യയോടാകാം, അതല്ലേ സുഹൃത്തുക്കളോടാകാം, കത്തിക്കയറി സംസാരിക്കുക. സത്യത്തിൽ അങ്ങനെയുള്ള സംസാരം ഉണ്ടായ നമ്മൾ ഇങ്ങനെ പറയുമ്പോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വിശ്വാസം പറഞ്ഞ അവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ തുടങ്ങുക. അതാണ് ഖുർആനിൽ അള്ളാഹു ഏറ്റവും നല്ല വിശ്വാസിയുടെ ഗുണമായി പറയുന്നത്. അവർ ദേഷ്യം വരാത്തവരാണെന്നല്ല, ദേഷ്യം വരും, ആർക്കും വരും. പക്ഷേ വൽകാദിമീനൽ ഗൈദ് വൽആഫീന അനിന്നാസ്, ദേഷ്യം വന്നത് അടക്കും, അവിടെ സ്റ്റോപ്പ് ചെയ്യും പെട്ടെന്ന്, എന്നിട്ടൊന്ന് തണുത്തതിന് ശേഷം സംസാരിക്കുള്ളൂ. ആളുകൾക്ക് പരമാവധി മാപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാപ്പ് കൊടുക്കും. സൂറത്ത് ആൽ ഇംറാനിലെ 134 ആയത്താണ്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. പൊതുവിൽ നമ്മൾ ഒരാളെ വിളിക്കുമ്പോ അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു അനുയോജ്യമായ സമയമാണോ എന്ന് നോക്കി ഒരല്പനേരം സംസാരിക്കാൻ പറ്റൂല എന്ന് ചോദിച്ച് ഒരു സമ്മതത്തോടു കൂടി സംസാരിക്കുകയാണെങ്കിൽ അതെല്ലാം ഏറ്റവും നല്ല ഒരു അദബിൽപ്പെട്ടതാണ്. അതേപോലെ ഒരാളെ നമ്മളെ വിളിച്ചു, അയാൾ എടുത്തില്ല, പിന്നെ വിളിച്ചു, എടുത്തില്ല, പിന്നെ തുടർച്ചയായി ഒരാളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഒരാളുടെ സ്വകാര്യ സംഭാഷണം അനുമതിയില്ലാതെ അത് റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇതൊന്നും പാടില്ല എന്ന് നമുക്ക് പ്രവാചക വചനങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. നല്ല വാക്കുകൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ അറബികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് സംസാരം തുടങ്ങുമ്പോഴും തീരുമ്പോഴൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അല്ലാഹ് യർഹം വാലിദൈക്, അല്ലാഹ് നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ കാരുണ്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മഅസ്സലാം സലാം പറഞ്ഞിട്ടാണ് അവർ പൊതുവെ ഫോൺ സംഭാഷണങ്ങൾ നിർത്താറുള്ളത്. ഒരുപക്ഷെ അവസാനത്തിൽ ഉള്ള പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ സംസാരത്തിന്റെ ഇടയിലൊക്കെ വന്ന വീഴ്ചകൾ അല്ലാഹു പുറത്തു തന്നേക്കാം. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇസ്ലാമികമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ആളുകൾക്ക് എളുപ്പമുണ്ടാക്കുക, യസ്സിറു വലാ തുഅസ്സിറു, ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കുക, ആളുകളെ ഇടങ്ങേറാക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന ആളുകളായി നിങ്ങൾ മാറരുത്. ബഷിറു വലാ തുനഫിറു, ആളുകളെ വെറുപ്പിക്കുന്നവരായി നിങ്ങൾ മാറരുത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫോൺ കോളുകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഇടപെടുമ്പോൾ അടക്കം
ബാധകമായ കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാ രംഗത്തും കൂടുതൽ സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തി അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ സുന്നത്തുകളിലൂടെ ഐശ്ചിക കർമ്മങ്ങളിലൂടെ അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വീഴ്ചകളെ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. അർവാനിയിലെ നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്ന ഒരു സഹോദരൻ നാട്ടിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ക്യാൻസർ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ക്യാൻസർ ചികിത്സയിലാണ്. അള്ളാഹു ആ സഹോദരന് എത്രയും വേഗം പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, വേണ്ടപ്പെട്ടവർ, അള്ളാഹുവർക്കെല്ലാം മരണപ്പെട്ടുപോയ നമ്മുടെ വേണ്ടപ്പെട്ട സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. സ്വർഗത്തിൽ ഒത്തുചേരാൻ അവരോടൊപ്പം നമുക്കും അള്ളാഹു മഹാഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.